സുഹൃത്ത് എൻ്റെ കയ്യിൽ നിന്നും ചെറിയ സംഖ്യ കടം വാങ്ങി. അദ്ദേഹം അത് മറന്നു. ബന്ധത്തിൻ്റെ പേരിൽ ചെറിയ സംഖ്യ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇവിടെ എൻ്റെ ബാധ്യത എന്താണ്? ആ വ്യക്തിയെ ചെറിയ സംഖ്യയാണെങ്കിലും കടത്തിൽ നിന്നും മുക്തനാക്കണോ, അതോ ഞാൻ അത് സ്വതക്കയായി കണക്കാക്കി പൊരുത്തപ്പെട്ട് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ഇദ്ദേഹം അന്വേഷിക്കുന്നത്. ഇസ്ലാമിന്റെ പ്രസക്തി അപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. കടമിടപാടിനെ കുറിച്ച് പറഞ്ഞപ്പോ അവധി വെച്ച കടമിടപാടാണ് എങ്കിൽ എഴുതി രേഖപ്പെടുത്തണം, 2 സാക്ഷികൾ ഉണ്ടാകണം എന്നൊക്കെ ഇസ്ലാം പറഞ്ഞത് ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇനി എങ്ങാനും നീ എന്നിൽ ഒരു സംഖ്യ വാങ്ങിയിരുന്നു എന്ന് പറഞ്ഞ് ചില ആളുകൾ മറന്നു പോയിട്ടുണ്ടാവും, നിഷേധിക്കും, ഇല്ല ഞാൻ വാങ്ങിയിട്ടില്ല, അല്ലെ വാങ്ങി പക്ഷെ ഞാൻ നിനക്ക് തിരിച്ചു തന്നു എന്നൊക്കെ പറയും. അപ്പോഴാണ് ഈ സാക്ഷികളുടെയും എഴുത്തുകുത്തിന്റെയും ഇടപാടിന്റെയും ഒക്കെ ഇസ്ലാമിക പ്രസക്തി ബോധ്യമാകുന്നത്. അദ്ദേഹത്തിന് ആ സംഖ്യ തിരിച്ചു കിട്ടിയാൽ തിരക്കേടില്ല എന്നാണല്ലോ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇല്ലെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ആ സുഹൃത്തിനോട് ചോദിക്കാനും ഒരു ബന്ധത്തിന്റെ പേരിൽ ഭയമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ മാറ്റി നിർത്തി ഒന്ന് വേണ്ടത്, ഒരു പക്ഷെ തന്നിൽ നിന്ന് മാത്രമല്ല മറ്റുള്ളവരോടും ആ സുഹൃത്ത് ഇങ്ങനെ ഒരു ഇടപാട് അയാൾ അശ്രദ്ധനായിരിക്കാം, മറന്നുകൊണ്ടായിരിക്കും നടത്തുന്നതെങ്കിൽ അതിനൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. സഹോദര, നീ എന്നിൽ നിന്നും ഒരു 100 രൂപ വാങ്ങിയിരുന്നു, നീ മറന്നു കാണും എന്നാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കൊടുത്ത ആളിനോ അതേപോലെ മറ്റു ആളുകൾക്കോ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുകയില്ല. ഇനി അതല്ല, ഒരാൾ പൂർണ്ണമായി വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരു പക്ഷേ ആ ഓർമ്മപ്പെടുത്തലായിരിക്കും ഭാവിയിൽ ഒരിക്കലും ഇനി അങ്ങനെ ഒരു മറവി ബാധിക്കാതിരിക്കാൻ ഏറ്റവും അനുയോജ്യമായത്.